ഹലോ, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പെൽവിക് മസിൽസിന് വേണ്ടിയുള്ള കുറച്ച് എക്സസൈസുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 എക്സസൈസുകൾ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഈ പെൽവിക് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് ഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമാണ് ഈ പെൽവിക് മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, പെൽവിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെയാണ് നമ്മൾ പെൽവിക് മസിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു മസിൽസിനെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരങ്ങൾ അതുമൂലം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വ്യായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പെൽവിക് എക്സസൈസുകൾ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം സ്ലോവിലാണ് നമ്മൾ പെൽവിക് എക്സസൈസുകൾ ചെയ്യുന്നത്. ഓക്കെ, കീഗൽ എക്സസൈസുകൾ എന്ന് പറയും. ഇത് പുരുഷന്മാർക്കും ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്, വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഈ എക്സസൈസ് വഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വളരെ സാവധാനത്തിൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ എല്ലാ വ്യായാമങ്ങളും പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഓരോ അറിവുകളും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് താഴെ ഇതനക്ക് ഒരു പായോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു യോഗ മാറ്റോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് മടക്കി ഇങ്ങനെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വെക്കാം. വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് താഴെ വെക്കുക. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ താഴെ വെക്കുക. നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ ഇതിന്റെ ഗ്ലൂട്ട് മസിൽ നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ അരക്കെട്ട് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇത് പതുക്കെ നിങ്ങളുടെ കാലിന്റെ ബലത്തിൽ മുകളിലോട്ട് ഇങ്ങനെ പൊക്കുക. ഓക്കെ, ഇതേപോലെ മനസ്സിലായല്ലോ. ഈ ഒരു രീതി ആയിരിക്കണം നിങ്ങളുടെ പൊസിഷൻ. ഇങ്ങനെ നിങ്ങൾ മുകളിൽ വന്നിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട എക്സസൈസുകളല്ല. കീഗൽ എക്സസൈസുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്ലോവിൽ ചെയ്യേണ്ട വ്യായാമങ്ങളാണ്. അപ്പം നമുക്ക് നോക്കാം. ഇതേ കണക്കുള്ള പൊസിഷനിൽ കിടക്കുക. നിങ്ങളുടെ കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്തു. അതിനുശേഷം കാലിന്റെ ബലത്തിൽ പതുക്കെ പുഷ് ചെയ്യുക മുകളിലോട്ട്. 1 2 3 4 5 6 7 8 9 10. സ്ലോലി നിങ്ങൾക്ക് താഴോട്ട് വരാം ഇതേപോലെ. ഓക്കെ, അതിനുശേഷം വീണ്ടും 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ നിങ്ങൾക്ക് 5 തൊട്ട് 10 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് എക്സസൈസ്. ഈ ഒരു വ്യായാമം ചെയ്യുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പെൽവിക് ഭാഗം, ഈ ഒരു ഭാഗം നല്ല സ്ട്രെങ്ത് ആകും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനും നിങ്ങളുടെ ഗ്ലൂട്ട്സിനും ഒക്കെ വളരെ നല്ല ഒരു എക്സസൈസ് ആണിത്. അപ്പോൾ ഇത് നിങ്ങൾ 5 to 10 റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ കിടക്കാവുന്നതാണ് ഇതേപോലെ. ഓക്കെ, ഞാൻ ഈ കിടക്കുന്ന കണക്ക് തന്നെ കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ചെറുതായിട്ട് ഇന്ന് അടുപ്പിച്ച് വെക്കുക. ഓക്കെ, നിങ്ങളുടെ പാദങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു പൊസിഷനിലോട്ട് നമുക്ക് വരാം. ഇതേപോലെ കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങൾക്ക് വരാം. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ പതുക്കെ ഇതേപോലെ ഒന്ന് അകത്തി കൊടുക്കുക, വൈഡ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക. ഈ ഒരു മസിൽസ്, നമ്മുടെ ഇവിടുത്തെ മസിൽസ് എല്ലാം ആക്ടിവേഷൻ ആവുന്നതായിട്ട് നിങ്ങൾ അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യുക, ഈ ഒരു മസിൽസിലോട്ട്. ഓക്കെ, അതിനുശേഷം 1 2 3 4 5
ഇതേപോലെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഒരു 10 റെപ്പറ്റേഷൻ 10 എണ്ണം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. വളരെ നല്ല ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്വാസം ഒന്നും പിടിച്ചു വെക്കരുത്. നിങ്ങളുടെ നോർമൽ ബ്രീതിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന വഴി ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ ഈ ഒരു ഭാഗത്തെ മസിൽസുകൾ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആകും. ഓക്കെ, പ്രത്യേകിച്ചും ഈ പെൽവിക്കിന്റെ ആ ഒരു വശത്തെ മസിൽസുകൾ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആവും. ഇത് ഓരോ സ്ത്രീകളും ചെയ്യുക വീട്ടിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഭാവിയിലൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ കൂടിയാണിത്. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ വ്യായാമം ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്കുള്ള പൊസിഷനിൽ തന്നെ കിടക്കാവുന്നതാണ്. കൈകൾ ഇതേപോലെ വെക്കുക. ഓക്കെ, ഇങ്ങനെ കിടന്നതിന് ശേഷം നിങ്ങൾ ഒരു കാല് താഴെ കുത്തിക്കൊണ്ട് ഇതേപോലെ 1 കണ്ടല്ലോ. അതിനുശേഷം സാവധാനം ഈ ഒരു പൊസിഷനിലോട്ട്, നിങ്ങളുടെ പഴയ പൊസിഷനിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. അതിനുശേഷം 2, വീണ്ടും സാവധാനം പഴയ പൊസിഷൻ. 3, സാവധാനം കൺട്രോൾ ചെയ്ത്. 4, കണ്ടല്ലോ. ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഫോക്കസ് വരേണ്ടത്. ഓക്കെ, ഈ ഹാംസ്ട്രിങ് മസിൽ, ഗ്ലൂട്ട് മസിൽ, അതെന്നൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയ എല്ലാം നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവുന്ന ഒരു എക്സസൈസ് ആണ്. സാവധാനം താഴ്ത്തു വരാം. ഇതേപോലെ ഇതായിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ. ഓക്കെ, അപ്പം ഇത് ഓരോ കാലിലും നിങ്ങൾക്ക് ഒരു 5 റെപ്പിറ്റേഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. 5 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പ്രത്യേകം ഓർക്കുക, ഓരോ എക്സസൈസുകളും വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാൻ. ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യരുത്. കാരണം ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാവധാനം നിങ്ങളുടെ മസിൽസിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് സാവധാനം നിങ്ങൾ ചെയ്താൽ മതിയോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്ക് കിടക്കുക. ഓക്കെ, ഞാൻ ഈ കിടക്കുന്ന കണക്ക് നിങ്ങൾക്ക് കിടക്കാം. നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് ഫ്ലോറിൽ വെക്കാം. നിങ്ങളുടെ 2 കാലുകൾ പതുക്കെ ഇതേപോലെ ഉയർത്തി ഇത്രമാത്രം നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഈ ഒരു പൊസിഷനിലായിരിക്കും നിങ്ങളപ്പോൾ ഇതേ കണക്ക്. ഓക്കെ, അതിനുശേഷം സാവധാനം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കാല്. 1, വീണ്ടും 2, ഈ ഒരു എക്സസൈസ് ചെയ്യുന്നുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോവർ ആപ്സ്, ഓക്കെ, നമ്മുടെ അടിവയറിന്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. നമ്മുടെ പെൽവിക്കിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം തന്നെയാണ് നമ്മുടെ അടിവയറും. ഓക്കെ, ഈ നമ്മുടെ ഈ ലോവർ ആപ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ പെൽവിക് മസിലും അതേണൊക്കെ നമ്മുടെ ഈ ലോവർ ആപ്സ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേ കണക്ക് കിടന്നതിന് ശേഷം സാവധാനം ഇതേപോലെ. ഓക്കെ, ഇത്രമാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം സാവധാനം ഇതേ കണക്ക് കൊണ്ടുപോവുക. ഓക്കെ, മനസ്സിലായല്ലോ. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന എക്സസൈസുകളാണ്. ഇതിനകത്ത് വലിയ ടഫായിട്ടുള്ള യാതൊരു എക്സസൈസുകളും ഇല്ല. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ കാല് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പൊസിഷനിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഉയർത്തുന്ന സമയമുണ്ടല്ലോ, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഹോൾഡ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 5 to 10 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 4 എക്സസൈസുകൾ നിങ്ങൾ ഒന്ന് ശീലമാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് മൂലം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ പറഞ്ഞാൽ തന്നെ
സ്ത്രീകൾക്ക് ഓരോ സ്ത്രീകളും ചെയ്തിരിക്കേണ്ട എക്സസൈസുകളാണ്. ഇത് പുരുഷന്മാർക്കും ചെയ്യാവുന്ന വ്യായാമങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് ഈ കാണിച്ചു തന്നത് മൊത്തം. അപ്പം ഇന്നോട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ.